ഇനി ആദ്യത്തെ 4 പേജായിരുന്നു ആദ്യത്തെ വീഡിയോ ട്ടോ. ഇനി അടുത്ത 4 പേജാണ് നെക്സ്റ്റ് വീഡിയോ. ഇതോടെ ഈ ചാപ്റ്റർ കഴിയും. അപ്പോൾ നോക്കുക. അടുത്ത പേജ് ഞാൻ വായിക്കാം. 112 ട്ടോ പേജ് നമ്പർ. Disabled people in Berkeley argue that all people are interdependent. അപ്പം നമ്മുടെ ബെർക്ക്ലിയിൽ ചെല്ലുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ചെന്ന നമ്മുടെ മാലിനിക്ക് ഭയങ്കര സർപ്രൈസിങ് എൻവിറോൺമെന്റ് ആണ് ബെർക്ക്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. ബെർക്ക്ലിയിലെ ഒരു ഓർഗനൈസേഷനിൽ ചെല്ലുന്നു. സ്പെഷ്യലി ഏബിൾഡ് പീപ്പിൾ ആൾക്കാരുള്ള ആ ഓർഗനൈസേഷനിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അവർക്ക് ഹെൽപ്പിനായി അറ്റൻഡീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ കണ്ട് മാലിനി ചിബിന് ആകെ സർപ്രൈസിങ് ആണ്. മാലിനി ചിബിന്റെ അച്ഛനും ഉണ്ട് കൂടെ. അവർ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കാണ് ഇതൊക്കെ കണ്ട്. ഇന്ത്യയിൽ നിന്ന് വന്ന ഇവർക്ക് ഡിസേബിൾഡ് പീപ്പിളിന് ഒരു സ്പെഷ്യൽ കാറ്റഗറി എപ്പോഴും ഹെൽപ്പ് വേണം. അങ്ങനെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്നുള്ള ഒരു രീതിയിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺ ട്രീറ്റ്മെന്റ് കിട്ടുമ്പോൾ ഉള്ളൊരു അങ്ങനെ ഒരു സർപ്രൈസിങ് മോഡിലാണ് മാലിനി ചിബ് ഇവിടെ. എന്നിട്ട് പറയാണ് ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെർക്ക്ലി ആർഗ്യൂ ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഇന്റർഡിപെൻഡന്റ്. നമ്മുടെ ഇവിടെയുള്ളൊരു സേയിങ് അല്ലെങ്കിൽ ഒരു ബിലീഫാണ് എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റണം എന്നാണ് എല്ലാവരും പറയുക. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അവിടെയുള്ള ബെർക്ക്ലിയിലുള്ള ഒരു സേയിങ് എന്താണ്? ഡിസേബിൾഡ് പീപ്പിൾ ഇൻ ബെർക്ക്ലി ആർഗ്യൂ ദാറ്റ് എല്ലാ ആൾക്കാരും ഇന്റർഡിപെൻഡന്റ് ആണെന്ന്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇപ്പൊ കാർപ്പന്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇലക്ട്രീഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മളും ഡിപ്പെൻഡന്റ് ആണ്. ആരും സത്യത്തിൽ ഇൻഡിപെൻഡന്റ് ആവുന്നില്ല. ആ ഒരു ഫിലോസഫി ഓഫ് ലൈഫാണ് ബെർക്ക്ലിയിൽ ആദ്യമായി മാലിനി ചിബ് കേൾക്കുന്നത്. എല്ലാ ആൾക്കാരും ഇന്റർഡിപെൻഡന്റ് ആണ്. ഓക്കെ, important ട്ടോ. ഇനി they argue that nobody is completely independent. ആരും തന്നെ completely independent അല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും dependent ആണ്. For instance, a normal person who would need a carpenter, a plumber or an electrician perhaps. The disabled too are dependent on getting help to enable independent living so that they can function more efficiently and are able to take up employment. അപ്പോൾ അവർക്ക് ഡിസേബിൾഡ് ആൾക്കാർക്ക് കുറച്ച് എഫിഷ്യൻ്റ് ആയി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി അവരും ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ആരിൽ ഡിപ്പെൻഡൻ്റ് ആണ്? അറ്റൻഡീസിൽ. ഓൺ ഗെറ്റിംഗ് ഹെൽപ്പ് എനേബിൾ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിന് വേണ്ടി, അവർക്കുള്ള ഡിസേബിൾഡ് ആൾക്കാരുടെ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്ങിന് വേണ്ടി മോർ എഫിഷ്യൻ്റായി വർക്ക് ചെയ്യാൻ വേണ്ടി and are able to take up employment അവർക്ക് ലഭിക്കും. ഒക്കെ എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു ഹെൽപ്പ്, ചെറിയ ഹെൽപ്പ് അറ്റൻഡീസിൽ നിന്ന് ഈ ഡിസേബിൾഡ് ആൾക്കാർക്ക് ഇവിടെ കിട്ടുന്നു. ഓക്കെ, പിന്നെ therefore a personal attendant is really one's hand and legs in the form of another human being. ഇവർക്ക് ഉള്ള ഒരു കുറവ് എന്താ? legs and arms movement. ആ കുറവ് ആര് നികത്തുന്നു? ഈ അറ്റൻഡീസ് നികത്തുന്നു. അതിലൂടെ അവർക്ക് എംപ്ലോയ്മെന്റ് ലഭിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്നു. ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നു. The disabled person instructs his attendant about the ways and means he would like to be helped. ഒരു ഡിസേബിൾഡ് ആൾക്കാര് അയാൾക്കുള്ള അയാള് എടുക്കുന്ന അറ്റൻഡിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, instructs his attendant about the ways and means he would like to be helped. എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് അറ്റൻഡി എന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് ഇവർ തന്നെ, ഈ ഡിസേബിൾഡ് ആൾക്കാർ തന്നെ കൊടുക്കുന്നു. ഓരോ ആൾക്കാരും അവരുടെ അറ്റൻഡീസിന് കൊടുക്കുന്നു. He is taught how to train his own or her own personal attendant. ഈ ഡിസേബിൾഡ് ആൾക്കാരെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്, ഗ്രൂപ്പ്സ് എങ്ങനെയാണ് തനിക്കുള്ള അറ്റൻഡീസിനെ ട്രെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരു ടോട്ടലി ഡിഫറെന്റ് ആയ ഒരു കാര്യമാണ്. ഇന്ത്യയിലൊന്നും കാണാത്ത. അപ്പൊ അറ്റൻഡീസിനെ ഇവര് തന്നെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നു. അവർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഹെൽപ്പ് വേണ്ടത്, ഈ ഡിസേബിൾഡ് എന്നുള്ള ആ പേഴ്സൺ ഇവരെ ജോലിക്ക് എടുക്കുന്ന ആ ഡിസേബിൾഡ് ആയ ആള് തന്നെ പറഞ്ഞു കൊടുക്കും ഈ അറ്റൻഡീസിന്. ഓക്കെ, ഇവര് ഹയറും ചെയ്യും അറ്റൻഡീസിനെ. ഇവര് തന്നെ ഹയർ ചെയ്യുന്നു, ഇവര് തന്നെ ഫയർ ചെയ്യുന്നു. ഓക്കെ, അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ ഫയർ ചെയ്യും.
ഈ ഡിസേബിൾഡ് ആൾക്കാർ തന്നെ ഈ അറ്റൻഡീസിനെ ഫയറും ചെയ്യും. ഇനി എവിടെയാണ് ഞാൻ നിർത്തിയത്? Therefore, personal attendance really wants hands and legs in the form of another human being. The disabled person instructs his attendant about the ways and means he would like to be helped. He is taught how to train his or her own personal attendant to hire as well as fire. To me, this form of independence is essential if I am to be allowed to contribute positively to the society and not always be treated as a second-class citizen because I need help with my personal care. അപ്പോൾ ഞാൻ ഒരു നല്ല സിറ്റിസനായി എൻ്റെ സൊസൈറ്റിയിലേക്ക് പോസിറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനൊരു എന്താ പറയാ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സിറ്റുവേഷൻ ഒരുക്കി തരണം ആ കൺട്രി. എന്നാലേ എനിക്ക് ആ കൺട്രിയിലേക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മാലിനി ചിബ് പറയുന്നത്. ശരിയല്ലേ ഇത്? അല്ലാതെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് ആ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യും എന്നാണ് മാലിനി ചിബ് ചോദിക്കുന്നത്. ഇനി പോസിറ്റീവ്ലി ടു ദി സൊസൈറ്റി നോട്ട് ഓൾവേസ് ട്രീറ്റഡ് ആസ് എ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയി ട്രീറ്റ്മെന്റ് പല ഇപ്പൊ ഇന്ത്യയിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവണം, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ മാലിനി ചിബ് പറയണം അങ്ങനെയൊക്കെ ഫീൽ ആക്കിയാൽ ആ സൊസൈറ്റിയിലേക്ക് ഞാൻ എങ്ങനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അഗെയിൻ ദിസ് കൈൻഡ് ഓഫ് ഫിലോസഫി വാസ് ന്യൂ ടു മീ. എനിക്ക് ഇങ്ങനെയുള്ള ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ വന്നത് ആ ബെർക്ക്ലിയിൽ ചെന്നതോടെയാണ്. ബെർക്ക്ലി അവിടെയുള്ള എൻവിറോൺമെന്റ്, ഫ്രണ്ട്ലി എൻവിറോൺമെന്റ് ടുവേർഡ്സ് ഡിസബിലിറ്റി പീപ്പിൾ, അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഒരു ന്യൂ ഫിലോസഫി തന്നെ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യാനും പറ്റിയത്. എന്താണ് ന്യൂ ഫിലോസഫി? That they are not the second-class citizens. They should be treated properly for leading an independent life so that they can contribute to the nation in a well-versed manner. Okay. ഇനി പിന്നെന്താ? Again, this kind of philosophy, okay. In അടുത്ത paragraph നോക്കിയേ, this concept appealed to me a great deal. Society always has these stereotypical concepts of disabled people where they are portrayed as being extremely dependent and helpless. എനിക്ക് ഈ കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് കൺസെപ്റ്റ്? ഈ ഇൻഡിപെൻഡന്റ് ലൈഫ് ഡിസേബിൾഡ് പീപ്പിളിന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഈ ബെർക്ക്ലിയിലെ ലൈഫ് എനിക്ക് വലുതായി ഇഷ്ടപ്പെട്ടു. ദിസ് കൺസെപ്റ്റ് അപ്പീൽഡ് മീ എ ലോട്ട്. പിന്നെ സൊസൈറ്റി ഓൾവേസ് ഹാസ് ദീസ്, ഈ എല്ലാ സൊസൈറ്റിയിലും ഒരു സ്റ്റീരിയോടിപ്പിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ഡിസേബിൾ പീപ്പിളിന് ഒന്നും പറ്റില്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് മിക്ക കൺട്രീസിലും. സ്റ്റീരിയോടിപ്പിക്കൽ ബിലീഫ് ഉണ്ടെന്ന് പറയാണ്. ഇന്ത്യനെ ആയിരിക്കും നാം ഉദ്ദേശിക്കുന്നത്. where they are extremely dependent and helpless. ഡിസേബിൾഡ് പീപ്പിളിനെ എപ്പോഴും എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യുന്നത്? എക്സ്ട്രീംലി ഡിപ്പെൻഡഡ് ആയ ആൾക്കാർ, വേറുള്ളവരിൽ ഡിപ്പെൻഡഡ് ആയ ആൾക്കാരും ഹെൽപ്ലെസ് ആയവരും എന്നുള്ള രീതിയിലാണ് ഡിസേബിൾഡ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ അല്ല ബെർക്ക്ലിയിൽ ഡിസേബിൾഡ് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചോദിക്കാണ് മാലിനി ചിബ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ എക്സ്ട്രീംലി ഡിപ്പെൻഡന്റ് ആൻഡ് ഹെൽപ്ലെസ് ആയിട്ട് ചിത്രീകരിക്കുന്നത്? വൈ? Disabled people are human beings first, but most people see deformity and disability before they notice any personal attributes. അപ്പോൾ മാലിനി ചിബ് പറയാണ് ഞങ്ങളും ഹ്യൂമൻ ബീങ്സ് ആണ്, ആദ്യം ഹ്യൂമൻ ബീങ്സ് ആണ്. പക്ഷെ എല്ലാവരും നോക്കി കാണുമ്പോൾ എങ്ങനെയാണ്? ആദ്യം അവര് ഞങ്ങളുടെ നോക്കി കാണുന്നവര് ഞങ്ങളുടെ വീൽ ചെയർ ആണ് കാണുന്നത്, ഞങ്ങളുടെ പേഴ്സണൽ അട്രിബ്യൂട്ട് അല്ല കേട്ടോ. അങ്ങനെയാണ് മാലിനി ചിബ് പറയുന്നത്. നോക്കുക, the person within the disabled person is always unnoticed. ആ ഡിസേബിൾഡ് പേഴ്സണിലുള്ള ഒരു പേഴ്സണാലിറ്റി അവര് നോട്ടീസ് ചെയ്യാതെ പോകുന്നു, ആൾക്കാർ നോട്ടീസ് ചെയ്യാതെ പോകുന്നു, അവരുടെ കഴിവുകൾ ആൾക്കാർ നോട്ടീസ് ചെയ്യാതെ പോകുന്നു. because of their physical demands are so immense and often glaring. അവർക്കുള്ള ഫിസിക്കൽ ഡിമാൻഡ്സ്, അവർക്ക് ഈ ഫിസിക്കൽ ഡിമാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഹെൽപ്പ് വേണ്ടി വരുമല്ലോ, ആ ഡിമാൻഡ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റികൾ. ഓക്കെ, അല്ലാണ്ട് അവരിലുള്ള കഴിവുകളെ അല്ല. I am sure most disabled people think so. എല്ലാ ഡിസേബിൾഡ് ആൾക്കാർക്കും ഈ ഒരു ചിന്താഗതി ഉണ്ട്. അവരെ ഇങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടാണ്, ഹെൽപ്ലെസ് ആയിട്ടാണ് പിക്ചറൈസ് ചെയ്യുന്നതെന്ന് എല്ലാ ഡിസേബിൾഡ് ആൾക്കാർക്കും മനസ്സിലുണ്ട്. അവരുടെ സൊസൈറ്റി അവരെ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്.
the disabled person requires so much help that often the career gets burned out. കുറേ ഹെൽപ്പ് ഈ ഡിസേബിൾഡ് ആൾക്കാർക്ക് വേണ്ടി വരുന്നു. അപ്പോൾ ആ ഹെൽപ്പിന്റെ ഇടയിലൂടെ ഇവരുടെ കഴിവുകൾ ഇല്ലാതായി പോവാണ്. ഇവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ ദ ഇയേഴ്സ് I have learned that a disabled person must depend on many people for her or him to lead a so-called normal life. അപ്പോൾ ഇത്രയും ഇയേഴ്സിലൂടെ ഇതിനൊരു കാര്യം മനസ്സിലാവുന്നു. ഡിസേബിൾഡ് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് വേണ്ടി വരുന്നു ജീവിക്കാൻ. ഓഫ് കോഴ്സ് വരുന്നു, പക്ഷെ അവർക്കും അവരുടേതായ കഴിവുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ കൺട്രീന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും എന്ന് മാലിനി ചിബ് പറയാണ്. ഹെൽപ്പ് വേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. എന്നാലും ഓക്കെ, ഇറ്റ് വാസ് അങ്ങനെ ഹെൽപ്പ് വേണ്ടി വരുന്ന ഒരു കുറവായിട്ടല്ല ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഹെൽപ്പ് എല്ലാ ആൾക്കാരും ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ള ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് റീഡേഴ്സിനോട് പറയുന്നത്. ഇപ്പൊ നമ്മള് കാർപ്പന്ററിനെയും ഇലക്ട്രീഷ്യനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, it was after my trip to Berkeley that we decided to get an attendant. ഞാൻ എൻ്റെ ബെർക്ക്ലിയിലേക്ക് അച്ഛനായിട്ടുള്ള യാത്രയിൽ നിന്ന് മടങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു അറ്റൻഡന്റിനെ ഹയർ ചെയ്യണം. ഓക്കെ, മദർ വാസ് ഇൻ കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. അമ്മ കൽക്കട്ടയിലായിരുന്നു. ഷീ ഇന്റർവ്യൂഡ് എ നേപ്പാളീസ് വുമൻ. അമ്മ കൽക്കട്ടയിൽ ഒരു നേപ്പാളീസ് വുമണിനെ, വിമൻ എന്നുള്ളത് പ്ലൂറലാണ്, ഒരാള് ഒരു പേഴ്സണിനെ വുമൺ എന്നാണ് പറയാ ട്ടാ, അല്ലാതെ മറ്റേത് വിമൻ, MEN ആവും പ്ലൂറല്. അപ്പൊ ഒരു നേപ്പാളീസ് വുമൺ, മറ്റേത് പ്രൊനൗൺസ് ചെയ്യുക വിമൻ. ഓക്കെ, ഒരു നേപ്പാളീസ് വുമണിനെ അമ്മ കൽക്കട്ടയിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് എടുക്കുകയാണ്. ഹൂ സ്പോക്ക് ഇംഗ്ലീഷ്. ആ നേപ്പാളീസ് വുമൺ ഇംഗ്ലീഷ് സംസാരിക്കും. മായ എന്നാണ് പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മായനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ മായയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മായ ബസ് എങ്ങനെയുള്ള ഒരാളായിരുന്നു മായ? ഒരു പ്ലസന്റ് ആയ ക്യാരക്ടർ ആയിരുന്നു. ആൻഡ് ഇൻ ഹെർ mid-40s ഒരു പേഴ്സൺ ആയിരുന്നു, ഒരു വുമൺ ആയിരുന്നു, ഒരു നേപ്പാളീസ് വുമൺ ആയിരുന്നു. ഹെർ ലാസ്റ്റ് എംപ്ലോയേഴ്സ് വേർ വൺ ഓഫ് ദ എലീറ്റ് ഫാമിലീസ് ഓഫ് കൽക്കട്ട. കൽക്കട്ടയിലുള്ള ഏറ്റവും കാശുള്ള ഫാമിലി, എലീറ്റ് ഫാമിലിയിലെ ആയിരുന്നു ഇതിനു മുന്നായിട്ട് മായ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതിന് മുന്നേ ഹെൽപ്പ് ചെയ്തിരുന്നത് കൽക്കത്തയിലെ എലീറ്റ് ഫാമിലിയിലെ ഒരു എന്താ പറയാ, ഒരു ഹെൽപ്പർ ആയിരുന്നു, എംപ്ലോയി. അത് കഴിഞ്ഞ് മാലിനി ചിബിന്റെ അടുത്തേക്ക് വരുന്നു. മാലിനി ചിബിനെ അറ്റൻഡന്റ് ആയിട്ട് മായ പേര് കേട്ടാ. So I invariably grew up thinking that ഞാൻ വലുതാവുമ്പോൾ എൻ്റെ എല്ലാം ശരിയാവും, ഞാൻ നോർമൽ ആവുമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ മൈ മദർ വുഡ് ഓൾവേസ് ആസ്ക് വെൻ ആർ യു ഗോയിങ് ടു ബി ഇൻഡിപെൻഡന്റ്. എപ്പോഴും എൻ്റെ അമ്മ ചോദിക്കും, നീ എപ്പോഴാണ് ഒരു ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കുക? എപ്പോഴും ഇപ്പം നമ്മൾ അമ്മമാര് പറയുന്ന കേൾക്കാറില്ലേ, എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുക, എത്ര നാളായി, ഇനിയും എന്നിൽ ഡിപെൻഡന്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ മാലിനിയുടെ അമ്മയും ചോദിക്കുമായിരുന്നു. And that is when, please tell me. അപ്പം മാലിനി പറയും, അത് ഞാൻ വലുതായി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിക്കോളാം. അപ്പൊ അമ്മ പറയും, അത് എപ്പോഴാ വലുതാവുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, യു ആർ ഓൾറെഡി ഇപ്പൊ തന്നെ 21 വയസ്സായി, ഇനി എപ്പോ വലുതാവും എന്ന് ചോദിക്കും അമ്മ, സാധാരണ അമ്മമാര് ചോദിക്കുന്ന പോലെ. Today, when I reflect on the past, I realize that my growing up started when I left home and went to Oxford. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ വീട്ടിൽ നിന്ന് മാറി ഓക്സ്ഫോർഡിലേക്ക് പോയപ്പോഴാണ് എൻ്റെ ഗ്രോയിങ് അപ്പ്, ഞാൻ വലുതാവാൻ തുടങ്ങിയത്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ?
It was after our trip to Berkeley when we had stopped over in London prior to returning to Bombay that one day Dad asked casually, Malls, shall we go to Oxford Polytechnic? ഇപ്പൊ മോൾസ് എന്നാണ് അച്ഛൻ വിളിക്കുന്നത് മാലിനീനെ കേട്ടോ. ഷാൽ വി ഗോ ടു ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലേക്ക് പോയാലോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ് മോൾസിനോട്. അപ്പൊ ബെർക്ലിയിൽ അവർ വെറുതെ പോവാണ്. അപ്പൊ ലണ്ടനിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ ബോംബെയിലേക്ക് തിരിച്ച് ബോംബെയിലേക്ക് വരുന്നതിന് മുന്നായിട്ട് ഒരു ദിവസം അച്ഛൻ ചോദിക്കുകയാണ് ബെർക്ലിയിൽ സ്റ്റോപ്പ് ചെയ്തപ്പോ നമുക്ക് എന്താ ഒന്ന് ഓക്സ്ഫോർഡ് പോളിടെക്നിക് വരെ ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ മോൾസിനോട് ചോദിക്കുന്നു. അപ്പോൾ he rang up for Oxford Polytechnic and spoke to the dean who gave us a time to meet with him. We hired Hertz and drove down to Oxford, which was an hour's drive. അപ്പം അച്ഛൻ വെറുതെ നമ്മുടെ ആരെ വിളിക്കുന്നു, ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിലേക്ക് വിളിക്കുന്നു, ഡീനുമായി സംസാരിക്കുന്നു. ഡീനുമായി മീറ്റ് ചെയ്യാനൊരു ടൈം ഫിക്സ് ചെയ്യുന്നു. ഞങ്ങള് ഹേർട്സിലാണ് ഓക്സ്ഫോർഡിലേക്ക് പോകുന്നത്. അത് ഒരു മണിക്കൂർ ഹേർട്സിലുള്ള യാത്രയാണ്. 1 മണിക്കൂർ കാർ യാത്രയിൽ എത്തുകയാണ് അവിടേക്ക്, ഓക്സ്ഫോർഡ് പോളിടെക്നിക്. The polytechnics of Britain offer technical training. Technical training ആണ് ഈ polytechnic of Britain ഓഫർ ചെയ്യുന്നത്. പിന്നെ which the universities did not offer. University is a technical എന്താ പറയാ ട്രെയിനിങ് കൊടുത്തിരുന്നില്ല. ടെക്നിക്കൽ ട്രെയിനിങ് കോഴ്സിനാണ് ടെക്നിക്കൽ ട്രെയിനിങ് കോളേജിലാണ് ചേരുന്നത് കേട്ടോ. Polytechnics of Britain offer a technical training which the universities did not offer. പോളിടെക്നിക് കൊടുത്തിരുന്ന ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരുന്നില്ല. ഇറ്റ് വാസ് ഓൺലി റീസെൻ്റ്ലി ദാറ്റ് ദ പോളിടെക്നിക്സ് വെയർ ഫോർമലി റെക്കഗ്നൈസ്ഡ് ആസ് യൂണിവേഴ്സിറ്റീസ്. അന്ന് ആ മാലിനിയുടെ സമയത്ത് പോളിടെക്നിക്സ് യൂണിവേഴ്സിറ്റി ആയിട്ട് റെക്കഗ്നൈസ്ഡ് ആയിരുന്നില്ല. ഇപ്പോഴാണ് ഈ പോളിടെക്നിക്സും യൂണിവേഴ്സിറ്റി ആയി റെക്കഗ്നൈസ്ഡ് ആയി ബ്രിട്ടനിൽ കേട്ടോ. I felt that I needed a more practical training to get a job. അപ്പോൾ മാലിനി പറയാണ്, എനിക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടണം, ഒരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടണം എന്ന് വെച്ച് തന്നെയാണ് ഞാൻ ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ പോയി പോവാൻ തീരുമാനിച്ചത്. അപ്പൊ ഡീനെ കാണുന്നുള്ളൂ കേട്ടോ. അപ്പൊ വിത്ത് മൈ പുവർ, ഇനിയിപ്പോ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും കേട്ടോ, അത് വരുന്നുണ്ട്. വിത്ത് മൈ പുവർ സ്പീച്ച് ഐ തോട്ട് ദാറ്റ് ഫോർമൽ ട്രെയിനിങ് വുഡ് ഗിവ് മീ ആൻ എഡ്ജ് ഓവർ അതേഴ്സ്. അപ്പം ഈ മാലിനി ചിബ് നിങ്ങൾ ഇന്റർവ്യൂ കണ്ട യൂട്യൂബിലുണ്ട് കേട്ടോ. യൂട്യൂബിൽ കണ്ടാൽ മനസ്സിലാവും. സ്പീച്ച് പുവർ സ്പീച്ചാണെന്ന് വെച്ചാൽ അവർക്ക് മൂവ്മെന്റ് ഒക്കെ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ സ്പീച്ച് കുറച്ച് റെക്കഗ്നൈസ് ആവാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഐ തോട്ട് ദാറ്റ് അപ്പം എന്തായാലും സ്പീച്ചിലൊരു ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് ഫോർമൽ ട്രെയിനിങ് വുഡ് ഗിവ് മീ, എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു വ്യത്യസ്തത, ഒരു എഡ്ജ്, ഒരു കൂടുതൽ പോസിറ്റീവ് ആയിട്ട് എൻ്റെ കരിയറിനെ ഹെൽപ്പ് ചെയ്യും ഈ ടെക്നിക്കൽ ട്രെയിനിങ് എന്നാണ് മാലിനി ചിബ് പറയുന്നത്. ഓക്സ്ഫോർഡ് പോളിടെക്നിക് ഹാഡ് എ ഗുഡ് കോഴ്സ് ഇൻ പബ്ലിഷിംഗ്. അത് മാത്രമല്ല, ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ ഒരു ഗുഡ് കോഴ്സ് ഉണ്ടായിരുന്നു. എന്തിനെ കുറിച്ച്? പബ്ലിഷിങ്ങിനെ കുറിച്ച്. ഐ ഡിസൈഡഡ് ടു അപ്ലൈ വിത്ത് ഡാഡ്സ് ഹെൽപ്പ്. ഐ പുട്ട് ഇൻ ദ ആപ്ലിക്കേഷൻ ആൻഡ് വാസ് കോൾഡ് ഫോർ ദ ഇന്റർവ്യൂ. അപ്പോൾ ആദ്യം പറഞ്ഞു പോളിടെക്നിക്കിൽ ടെക്നിക്കൽ ഹെൽപ്പ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എനിക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു എഡ്ജ് തരാൻ സഹായകരമാവും. ബിക്കോസ് ഓഫ് എൻ്റെ പുവർ സ്പീച്ച് കാരണം എന്തായാലും ഞാൻ അതിൽ ഇത്തിരി ബാക്ക്വേർഡ് ആണ്. അപ്പോൾ ദ ടെക്നിക്കൽ ട്രെയിനിങ് വിൽ ഹെൽപ്പ് മീ ടു ഗെറ്റ് എ ഗുഡ് കരിയർ. പിന്നെ വിത്ത് മൈ അത് കൂടാതെ അവിടെ പബ്ലിഷിംഗ്, ഒരു ഗുഡ് കോഴ്സ് ഇൻ പബ്ലിഷിംഗ് ഉണ്ടായിരുന്നു. ആ പബ്ലിഷിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ അച്ഛനുമായിട്ട് തീരുമാനിച്ചു. അച്ഛൻ്റെ ഹെൽപ്പോട് കൂടി അപ്ലൈ ചെയ്തു. ഐ പുട്ട് ഇൻ ആപ്ലിക്കേഷൻ ആൻഡ് വാസ് കോൾ ഫോർ ദ ഇന്റർവ്യൂവിന് വിളിക്കുകയാണ്. പബ്ലിഷിംഗ് കോഴ്സ്, ഈ പോളിടെക്നിക് ടെക്നിക്കൽ ട്രെയിനിങ്
യൂണിവേഴ്സിറ്റിയിൽ വിളിക്കുന്നു, ബ്രിട്ടനിലെ. ഇനി എന്താ? അപ്പോൾ ദ ഇന്റർവ്യൂ വാസ് മോസ്റ്റ് ഇൻഫോർമൽ. ഇന്റർവ്യൂ ഫോർമൽ ഒന്നും ആയിരുന്നില്ല, ഇൻഫോർമൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഡീൻ വോർ എ വൈറ്റ് checked crumpled shirt. It was like an informal chat. ഒരു തേക്കാത്ത ഒരു ചുളുങ്ങിയ ഒരു വൈറ്റ് ചെക്ക്ഡ് ആയ ഷർട്ടാണ് ഡീൻ വെയർ ചെയ്തിരുന്നത്. അപ്പൊ ഇന്റർവ്യൂ ഒരു ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുന്ന പോലെ, ഇൻഫോർമൽ ടോക്ക് പോലെ തോന്നിയുള്ളൂ മാലിനി ഷിബിന്. When I returned to Bombay, I did not give it a single thought. I immersed myself in the work of spastic society. അപ്പോൾ ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് എത്തിയിട്ടോ. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോടെ ഇവിടെ നമ്മുടെ ഓക്സ്ഫോർഡിൽ, ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ പബ്ലിഷിംഗ് കോഴ്സിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് ബോംബെയിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ബോംബെയിലേക്ക് തിരിച്ചു വന്ന ഉടനെ തന്നെ മാലിനി മുഴുകി? വർക്ക് ഇൻ സ്പാസ്റ്റിക് സൊസൈറ്റി വർക്കിൽ മുഴുകി. I decided to set up an informal recreational club called Adapt. അപ്പോൾ സ്പാസ്റ്റിക് സൊസൈറ്റി എന്തിൻ്റെയാണ്? ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതിൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ് ആയി ബോംബെയിലേക്ക് തിരിച്ചു വന്നപ്പോൾ കേട്ടോ മാലിനി. പിന്നെ അഡാപ്റ്റിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞായിരുന്നു. ഏബിൾഡ്, ഡിസേബിൾഡ്, ഓൾ പീപ്പിൾ ടുഗെദർ, വേർ പീപ്പിൾ കുഡ് മീറ്റ് സോഷ്യലി, ആസ് ഐ ഫെൽറ്റ് ദാറ്റ് ദെയർ വാസ് നോട്ട് മച്ച് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ. അപ്പോൾ ഈ അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങാൻ പ്രചോദനമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, മാലിനിക്ക് തോന്നി ഡിസേബിൾഡ് ആയ ആൾക്കാരും ഏബിൾഡ് ആയ ആൾക്കാരും തമ്മിലൊരു നല്ല കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഇല്ല. അവർ തമ്മിലൊരു മനസ്സിലാക്കൽ കൂടുതലായി വേണം എന്ന് തോന്നിയാണ് ഈ അഡാപ്റ്റ് തുടങ്ങിയത്. വേർ ഡിസേബിൾഡ് ആൻഡ് ഏബിൾഡ് പേഴ്സൺ ക്യാൻ ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. അവർക്ക് സോഷ്യലി ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയായി ഈ അഡാപ്റ്റ്. ബിറ്റ്വീൻ നോൺ ഡിസേബിൾഡ് ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ. അണ്ടർലൈൻ ചെയ്ത് കണ്ടില്ലേ? ശ്രദ്ധിക്കാട്ടോ, അതാണ് അഡാപ്റ്റ്. ആ ഓർഗനൈസേഷൻ, അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സോഷ്യലൈസ് ചെയ്യാൻ സഹായിച്ചു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ. മൈ ഫ്രണ്ട് സുബിൻ ആൻഡ് ഐ തോട്ട് അപ്പ് ദ നെയിം അഡാപ്റ്റ്. എൻ്റെ ഫ്രണ്ട് സുബിനും ഞാനും കൂടിയാണ് ഈ പേരിട്ടത്, അഡാപ്റ്റ് എന്നുള്ള. അഡാപ്റ്റ് അറ്റ് ദ സെയിം ടൈം which was coincidental. Adapt met every 2 weeks just as a social forum. ഒരു സോഷ്യൽ ഫോറം പോലെ അഡാപ്റ്റ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിലെ ആൾക്കാരെല്ലാവരും ഒത്തുകൂടിയിരുന്നു. എങ്ങനെയാണ് ഒത്തുകൂടിയിരുന്നത്? 2 weeks, എവറി 2 weeks, എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും അവർ സോഷ്യൽ ഫോറം പോലെ they met. Every people. It is a platform where disabled people can meet able people and interact. സുബിൻ, ഫ്രണ്ട് സുബിൻ ആയിട്ടാണ് ഈ പേര്. സുബിനും മാലിനിയും കൂടിയാണ് പേര് ഇട്ടത് ഈ ഓർഗനൈസേഷൻ അഡാപ്റ്റ് എന്ന്. Zubin and I spent hours together talking and getting to know each other. സുബിനും ഞാനും കൂടി ഒരുപാട് സമയം ചെലവഴിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി സുബിനും ഞാനും ഒരുപാട് സമയം ചെലവഴിച്ചു. I would like to go to England to study Chaucer. എനിക്ക് ചോസർ പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോകാനാണ് ആഗ്രഹം എന്ന് സുബിൻ നമ്മുടെ മാലിനിയോട് പറയുന്നു. അപ്പോൾ why don't you apply to Oxford and try for a scholarship? അപ്പം എന്തുകൊണ്ട് ഒരു സ്കോളർഷിപ്പിന് ട്രൈ ചെയ്തുകൂടാ ഓക്സ്ഫോർഡിൽ എന്ന് മാലിനി സുബിനോട് ചോദിക്കുന്നു. ഇറ്റ്സ് നോട്ട് ഈസി മോൾസ്, സെഡ് സുബിൻ. സുബിൻ പറയുന്നു അതത്ര ഈസി ആയ കാര്യമൊന്നുമല്ല ഓക്സ്ഫോർഡിലൊക്കെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എന്ന്. ആര് പറയാണ്? സുബിൻ പറയാണ്. കം ഓൺ, വൈ ഡോണ്ട് യു അപ്ലൈ ആൻഡ് ഗിവ് ഇറ്റ് എ ഷോട്ട്. അപ്പൊ എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ, കിട്ടോ ഇല്ലയോന്ന് അറിയാലോ എന്ന് മാലിനി ചിബ് സുബിനോട് പറയുന്നു. I will think about it. സുബിൻ പറഞ്ഞു, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് സുബിൻ പറയുന്നു. He applied and got an interview.
അപ്ലൈ ചെയ്യുന്നു. ഒരു ഇന്റർവ്യൂ ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയാണ് നമ്മുടെ സുബിനെ. മീഷോ, മൈ അങ്കിൾ വാസ് ഓൺ ദ ബോർഡ് ഓഫ് ദ ഇൻലാക്സ് സ്കോളർഷിപ്പ്. ഇൻലാക്സ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പിന്റെ ബോർഡ് മെമ്പർ ആയിരുന്നു നമ്മുടെ മാലിനിയുടെ അങ്കിള് മീഷോ. മെഷോ ആണോ മീഷോ, മേ ബി മെഷോ. ഓക്കെ, മെഷോ എന്ന് പറഞ്ഞ അങ്കിൾ, മാലിനിയുടെ അങ്കിളാണ് ഈ ഇൻലാക് സ്കോളർഷിപ്പിലെ ബോർഡ് മെമ്പർ. ഹവർ സുബിൻ വാസ് ഇൻഡീഡ് എ ബ്രില്യൻറ്റ് സ്കോളർ ആൻഡ് സർട്ടൻലി ഡിഡ് നോട്ട് നീഡ് എനി വൺ ടു പുൾ എനി സ്ട്രിങ്സ് ഫോർ ഹിം. പക്ഷെ സുബിന് എൻ്റെ അങ്കിളുടെ ഹെൽപ്പ് ഒന്നും ആവശ്യം വന്നില്ല. ബിക്കോസ് ഹീ ഈസ് വെരി ബ്രില്യൻറ്റ് പേഴ്സൺ ആയിരുന്നു സുബിൻ. സ്ട്രിങ്സ് ഒന്നും പുൾ ചെയ്യേണ്ട ആവശ്യമൊന്നും സുബിന് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാലിനി പറയാണ്. പിന്നെ എന്നാ ഓക്കെ, അപ്പൊ സുബിന് മാലിയുടെ അങ്കിളുടെ ഹെൽപ്പ് ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ഓക്കെ, എപ്പോഴും സ്വയം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയ ആൾക്കാര് വേറുള്ള ആൾക്കാരുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെയാണ് ഓരോ എന്താ പറയാ എയിമിലേക്ക് എത്താൻ എപ്പോഴും അങ്ങനെയുള്ളവര് ശ്രമിക്കുക. സുബിനും അങ്ങനെയായിരുന്നു. മോൾസിന്റെ അങ്കിളിന്റെ ഹെൽപ്പൊന്നും ഇല്ലായിരുന്നു. ഹെൽപ്പൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു സുബിൻ. അത് കഴിഞ്ഞ ഒരു ദിവസം എന്തുണ്ടായി? മോൾസ് ഐ ഗോട്ട് ഇറ്റ്, മോൾസ് ഐ ഗോട്ട് ഇറ്റ്, സുബിൻ എക്സ്ക്ലെയിംഡ് ആസ് ഹി ഗേവ് മി എ ഹഗ്. ഒരു ഹഗ് കൊടുത്ത് സുബിൻ ഭയങ്കര സന്തോഷത്തിൽ ഒരു ദിവസം എനിക്ക് കിട്ടി എന്ന് പറയാണ്. ഇവിടെ ഓക്സ്ഫോർഡിൽ കിട്ടുന്നു. പിന്നെന്താ, അപ്പൊ കൺഗ്രാറ്റ്സ് ഐ സെഡ് ഇറ്റ് വാസ് എ മിക്സ്ചർ ഓഫ് ജോയ് ആൻഡ് സാഡ്നെസ്. മൈ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി ലീവിങ് ബോംബെ ആൻഡ് യെറ്റ് ഐ ഫെൽറ്റ് ഹാപ്പി ദാറ്റ് ഹി ഹാഡ് ഗോട്ട് ഇൻ ടു ഓക്സ്ഫോർഡ്. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്ക് ആകെയുള്ളൊരു കൂട്ടായ സുബിൻ ഓക്സ്ഫോർഡിലേക്ക് പോവാണ് എന്നുള്ളൊരു സാഡ്നെസ്സും, എന്നാൽ അവന് ആ അഡ്മിഷൻ കിട്ടി എന്നുള്ള സന്തോഷവും എല്ലാം കൊണ്ട് ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. എന്നാലും അവൻ ഓക്സ്ഫോർഡിന് ഹി മെയ്ഡ് ഇറ്റ് എന്നുള്ള സന്തോഷം കൊണ്ട് സുബിൻ പോവാണ് ഓക്സ്ഫോർഡിലേക്ക് മോൾസിനെ വിട്ട്. ഓക്കെ, പിന്നെന്താ, Zubin left for Oxford. I felt sad at seeing him go. I buried myself in the work of the research department of the Spastic Society. Spastic Society research department ഉള്ള വർക്കിൽ ഞാൻ എന്നെ തന്നെ ഞങ്ങൾ ബിസി ആക്കി. ഓക്കെ എന്ന് മാലിനി പറയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സുബിൻ പോകുന്നത്. എന്നാലും I made myself busy so that I could forget that he is gone. Okay, now one morning out of the blue letter arrived. അപ്പോൾ ഒരു ദിവസം ഒരു രാവിലെ ഔട്ട് ഓഫ് ദ ബ്ലൂ, ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ലെറ്റർ വരികയാണ്. The heading on the envelope was marked Oxford Polytechnic. അപ്പൊ ആ എൻവലപ്പിന്റെ പുറത്ത് ബോംബെയിൽ ഇരിക്കുന്ന സ്പാസ്റ്റിക് സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാലിനിക്ക് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ നിന്ന് ഒരു എൻവലപ്പ് വരുന്നു. മദർ ഓപ്പൺഡ് ദ ലെറ്റർ. എൻവലപ്പിന്റെ പുറത്ത് ഓക്സ്ഫോർഡ് പോളിടെക്നിക്കിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്മ ആ ലെറ്റർ പൊട്ടിക്കുന്നു. ദ ലെറ്റർ സെഡ്, ഡിയർ മിസ് ചിപ്പ്, I hereby inform you that you have been accepted in the publishing course. ഈ പബ്ലിഷിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു എന്നാണ് ആ ലെറ്ററിലുള്ളത്. ഓൺ റീഡിങ് ദ ലെറ്റർ ഐ ഷ്രീക്ഡ് വിത്ത് ജോയ്. എനിക്ക് ഭയങ്കര ഞാൻ സന്തോഷം കൊണ്ട് അലറി. മീൻസ് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു എന്നാണ് മാലിനി ചിബ് പറയുന്ന അഡ്മിഷൻ ലെറ്റർ വായിച്ചപ്പോൾ. പിന്നെ mother hugged me and said, you must get a scholarship, otherwise you will not be able to go. അപ്പം മാലിനിയുടെ അമ്മ അപ്പം തന്നെ പറയും, ഒരു സ്കോളർഷിപ്പ് കിട്ടാണ്ടൊന്നും ഓക്സ്ഫോർഡിലേക്ക് പോകാൻ പറ്റില്ല. മാലിനിയുടെ അമ്മ എപ്പോഴും നിങ്ങൾക്ക് കാണാം ഒരു റിയാലിറ്റി മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയാണ് മാലിനിയുടെ അമ്മ. മദർ ഓൾവേസ് ട്രൈഡ് to make me see the reality. എപ്പോഴും അമ്മ എന്നെ റിയാലിറ്റി കാണാൻ പഠിപ്പിച്ചു. I crossed my fingers hoping to get money. I was slowly entering adulthood. ഞാൻ അഡൽട്ട്ഹുഡിലേക്ക് കടക്കുന്ന ആ സമയത്ത് ഞാൻ കാശ് കിട്ടണമേ, എനിക്ക് ഓക്സ്ഫോർഡിൽ പഠിക്കാൻ അവസരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. I counted എന്നുവെച്ചാൽ ഐ ക്രോസ് മൈ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ അതിനു വേണ്ടി
കാക്കാണ് എന്താണ് സംഭവിക്കാൻ ഇനി എന്താ നോക്കുക നിങ്ങൾ. I was slowly entering adulthood. I counted the days when I would be in Oxford. I was not sure whether I was looking forward to being at Oxford or being with Zubin. അപ്പോൾ ഞാൻ ഓക്സ്ഫോർഡിലേക്ക് പോവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എന്നിട്ട് ദിവസങ്ങൾ എണ്ണിയിരിക്കുകയാണ് ഓക്സ്ഫോർഡിലേക്ക് എപ്പെത്തും എന്നറിയാൻ വേണ്ടി. അപ്പോൾ എന്തായിരുന്നു സന്തോഷം എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. സുബിനെ കാണാം അവിടെ വെച്ച്, ഓക്സ്ഫോർഡിൽ വെച്ച് എന്നുള്ള സന്തോഷമാണോ, അതോ ഓക്സ്ഫോർഡിലേക്ക് എനിക്ക് പബ്ലിഷിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി എന്നുള്ള സന്തോഷമാണോ എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ലാസ്റ്റ്. ഓക്കെ, അങ്ങനെ മാലിനി ചിബ് ഓക്സ്ഫോർഡിലെത്തി for the publishing course and also to meet Zubin. Okay guys, very nice, interesting, inspirational story. I guess everyone would have enjoyed this lesson, okay, with me. I like this story so much. നിങ്ങൾക്ക് സമയം കിട്ടിയ ഈ ഓട്ടോബയോഗ്രഫി ഒക്കെ ഒന്ന് എടുത്ത് വായിക്കാം. Thank you.